വിവാദ ഫോൺ സംഭാഷണത്തിൽ പാലോട് രവിക്കെതിരെ നടപടിയുണ്ടായേക്കും. ഉചിതമായ നടപടി ഉണ്ടാകുമെന്നും വിഷയം AICC നേതൃത്വത്തെ അറിയിച്ചതായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. ഫോൺ സംഭാഷണത്തിന്റെ ശബ്ദരേഖ പുറത്തു വന്നതോടെ പാലോട് രവിക്ക് നേരെ സൈബർ ആക്രമണവും ശക്തമായി. സംസ്ഥാന ഭരണം പിടിക്കാനുള്ള UDF നീക്കത്തെ വെട്ടിലാക്കുന്നതാണ് പാലോട് രവിയുടെ ഫോൺ സംഭാഷണം. നീ നോക്കിക്കോ, 60 അസംബ്ലി നിയോജക മണ്ഡലത്തിൽ BJP എന്ത് ചെയ്യാൻ പോകുന്നെന്ന്. അവൻ കാശ് കൊടുത്ത ആളുകളെ വോട്ട് വാങ്ങിച്ച് ഈ പാർലമെന്റ് ഇലക്ഷനിൽ വോട്ട് പിടിച്ചതുപോലെ അവൻ 40,000 50,000 വോട്ട് പിടിക്കും. കോൺഗ്രസ് പാർട്ടി 3-ാം സ്ഥാനത്ത് ഉച്ചുകുത്തി കേക്ക് മാർക്സിസ്റ്റ് പാർട്ടി ഭരണം തുടരുകയും ചെയ്യും. ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകും. അതോട് ഈ പാർട്ടിയുടെ അതോ ഗതിയായിരിക്കും. തിരുവനന്തപുരത്തെ പ്രാദേശിക നേതാവുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് സംസ്ഥാന നേതൃത്വത്തോടുള്ള അതൃപ്തി പാലോട് രവി പരസ്യമാക്കുന്നത്. വിഷയത്തെ സംസ്ഥാന നേതൃത്വം ഗൗരവത്തോടെ കാണുന്നുവെന്നായിരുന്നു KPCC പ്രസിഡന്റിന്റെ വാക്കുകൾ. പാലോട് രവിക്കെതിരെ ഉചിതമായ നടപടി ഉണ്ടാകുമെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി. ഇപ്പോൾ തന്നെ ഞാൻ AICC നേതാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിന് ഉചിതമായിട്ടുള്ള നടപടി എടുക്കും. സംഭവം വിവാദമായതോടെ വിശദീകരണവുമായി പാലോട് രവി രംഗത്തെത്തി. സദുദ്ദേശപരമായാണ് സംസാരിച്ചതെന്നും പ്രവർത്തകന് ഉപദേശമാണ് നൽകിയതെന്ന് ന്യായീകരിച്ചെങ്കിലും ഇത് അംഗീകരിക്കാൻ സംസ്ഥാന നേതൃത്വം തയ്യാറല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് KPCC പ്രസിഡന്റിന്റെ വാക്കുകൾ. ഞാൻ പുത്തരിക്കണ്ട മൈതാനത്ത് വന്ന് പ്രസംഗിച്ചതല്ല, ഞാനൊരു പ്രവർത്തകനോട് പറഞ്ഞതാണിത്. പുത്തരിക്കണ്ട മൈതാനത്തോട് വന്ന് ഞാൻ പ്രസംഗിക്കുകയാണെങ്കിൽ അത് ഇടിച്ചു താഴ്ത്തലാവും. നീ ശ്രദ്ധിക്കണം, നിന്റെ വാർഡ് തിരിച്ചു പിടിക്കണം, അവിടെയുള്ള ഭിന്നതകൾ തീർക്കാൻ നീ നേതൃത്വം കൊടുക്കണം. ഞാനൊരു പഞ്ചായത്തിലെ പ്രവർത്തകനോടാണ് സംസാരിച്ചത്. ഫോൺ സംഭാഷണം പുറത്തു വന്നതോടെ പാലോട് രവിക്കെതിരെ സൈബർ ആക്രമണവും ശക്തമായി. അന്തരിച്ച തലേക്കുന്നിൽ ബഷീറിന്റെ അനുസ്മരണ ചടങ്ങിലേക്ക് ക്ഷണിക്കാൻ തിരുവനന്തപുരം പുല്ലമ്പാറ പഞ്ചായത്തിലെ പ്രവർത്തകൻ വിളിച്ചപ്പോഴാണ് പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് DCC അധ്യക്ഷൻ വാചാലനായത്. ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാന ഭരണം തിരിച്ചുപിടിക്കാനുള്ള UDF നീക്കത്തെ വെട്ടിലാക്കുന്നതാണ് പാലോട് രവിയുടെ വാക്കുകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം വലിയ വിജയം നേടാനുള്ള ഒരുക്കങ്ങളെ ഈ വാക്കുകൾ പിന്നോട്ടടിക്കുമെന്ന ആശങ്കയും പാർട്ടിക്കുള്ളിൽ ശക്തമാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.